എടവണ്ണയിൽ അതിഥി തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച മാതൃഭാഷയിൽ പ്രാർത്ഥന നടത്താൻ സൗകര്യമൊരുക്കി മഹൽ കമ്മിറ്റി. എടവണ്ണ ലജ്നത്തുൽ ഇസ്ലാം മഹൽ കമ്മിറ്റിയാണ് അതിഥി തൊഴിലാളികൾക്കായി അവരുടെ മാതൃഭാഷയിൽ പ്രാർത്ഥനയും പ്രസംഗവും നിർവഹിക്കാനുള്ള അവസരം ഒരുക്കിയത്. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله. ഇതര സംസ്ഥാനക്കാർക്ക് തങ്ങളുടെ ഭാഷയിൽ വെള്ളിയാഴ്ച പ്രസംഗവും പ്രാർത്ഥനയും നടത്തുവാനുള്ള സൌകര്യമില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മഹല്ല് കമ്മിറ്റിയെ എത്തിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന നിസ്കാര പള്ളി നവീകരിച്ചാണ് ജുമാ മസ്ജിദാക്കി മാറ്റിയത്. അവരുടെ ഈ നിത്യ ജീവിത മാർഗത്തിന് വേണ്ടി വന്നിട്ടുള്ള അവർക്ക് ദീനിപരമായിട്ട് അതായത് ഇസ്ലാമികപരമായിട്ട് പഠിക്കുവാനോ അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ഭാഷയിൽ ഇവിടെ അവർക്ക് അറിയുന്ന ഭാഷയിൽ അവർക്കുള്ള അറിവോ ക്ലാസ്സുകളോ കിട്ടുന്നില്ല. അതേ കാരണത്താൽ എടവണ്ണ നെഞ്ചത്തുൽ മുജാഹിദിന്റെ കീഴിലുള്ള കുറെ പള്ളികൾ ഉള്ളതിൽ ഒരു പള്ളി നമസ്കാര പള്ളി മാത്രം ആയിട്ടില്ല. ഒരു പള്ളി ഇവിടെ ജുമ നടക്കുന്നതല്ല, ജുമ മലയാളികൾക്ക് ജുമ നടക്കാത്തൊരു പള്ളിയാണ്. അപ്പൊ അത് പുതുക്കി പണിതപ്പോ കുറച്ച് സൗകര്യമായപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജുമ മാത്രം അവർക്ക് ദീനി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടത്തി. അതിലേക്ക് ഒരു 10-200ഓളം ആൾക്കാർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ നടന്നു പോകുന്നുണ്ട്. സമീപത്തെ പള്ളികളിലെ ഇതര സംസ്ഥാനക്കാരായ ഇമാമുമാരുടെ സഹായത്തോടെയാണ് ഇവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തി പള്ളിയിലേക്ക് ക്ഷണിച്ചത്. ഇതോടെ 100 കണക്കിന് പേരാണ് പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് എത്തുന്നത്. എടവണ്ണ ജാമിയ നദ്വിയയിലെ ഖുർആൻ അധ്യാപകരാണ് ഉറുദുവിൽ ഖുതുബയ്ക്ക് നേതൃത്വം നൽകുന്നത്. आज ये जुमा का खुतबा मैंने दिया, मस्जिद ऊपर नीचे कंप्लीट मुकम्मल थी और मुलाकात भी बहुत से नमाजियों से किया और सब खुश हैं, क्योंकि इससे पहले जब ये लजनतुल मोहसिनीन जो कमेटी है उसने एक मस्जिद बनाकर दिया है कि इसमें सिर्फ उर्दू ज़बान ही में खुतबा किया जाएगा। तो अब ये सब सुनकर जो आसपास के या कुर्बो जवार के जो मतलब केरला के अलावा लोग थे वो सब यहाँ आना शुरू किए हैं जो है, और अपनी खुशी का इजहार किया। मैंने भी पूछा कई लोगों से तो सब माशाअल्लाह बहुत खुश हैं और सब लजनतुल मोहसिनीन कमेटी का शुक्रिया अदा करते हैं. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇതാദ്യമായാകാം അതിഥി തൊഴിലാളികൾക്കായി ഒരു പള്ളി ഇത്തരത്തിൽ പൂർണ്ണമായി മാറ്റിവെക്കുന്നത്.